ഇതുവരെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത സമയത്ത് നമുക്ക് വന്നിരുന്ന 2B എന്ന് പറയുന്ന ഒരു ഫൈനൽ 2B ആയിരുന്നു. പക്ഷേ IMSൽ 2B എന്ന് പറയുന്നത് ഡ്രാഫ്റ്റാണ്. ബിക്കോസ് 2B ജനറേഷൻ എങ്ങനെയാണ് ക്വാർട്ടർലി ടാക്സ് പേയേഴ്സിൻ്റെ കേസിൽ വർക്ക് ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2A എന്ന് പറയുന്ന സാധനം ഇനി എന്തിനാണ് ജനറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ആക്ഷൻ എടുത്തിട്ട് അത് സേവ് ചെയ്ത് വെച്ചു, പക്ഷേ സപ്ലയർ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് എഡിറ്റ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മളത് വീണ്ടും അതിന് ആക്ഷൻ കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇൻവോയ്സും ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഒക്കെ റേസ് ചെയ്യുന്ന സമയത്തും അത് അമെൻഡ് ചെയ്യുന്ന സമയത്തും ആക്സെപ്റ്റോ റിജക്റ്റോ പെൻഡിങ് ആക്ഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സപ്ലയറുടെയും റിസീപ്പിയൻറ്റിൻ്റെയും ടാക്സ് ലയബിലിറ്റിയും അതുപോലെ തന്നെ ITC ഒക്കെ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്നാണ് ടേബിളിലൂടെ പറയുന്നത്. ഫുൾ എമൗണ്ട് എന്ന് പറയുന്നുണ്ട്, അത് എത്രയായിരിക്കും കിട്ടുക എന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം. 10,000 ആയിരിക്കുമോ, 12,000 ആയിരിക്കുമോ, അതോ 8,000 ആയിരിക്കുമോ എന്നുള്ളതാണ്. ബിക്കോസ് ഇവിടെ ഇത് രണ്ടും സെയിം ആയിട്ട് തോന്നും. റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്വേർഡ് അമെൻഡ്മെൻ്റ് ആയാലും ഡൗൺവേർഡ് അമെൻഡ്മെൻ്റ് ആയാലും റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് സെയിം ആക്ഷൻ വരുന്നത് പോലെ തോന്നും. അത് എന്തുകൊണ്ടാണെന്ന് ഡീറ്റെയിൽ ആയി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.